അപ്പോൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തതിൽ ഹൗ ടു സ്റ്റാർട്ട് സേവ് നെയിമിങ് എല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് ചർച്ച ചെയ്തു. അത് ഡോക്കിൻ്റെയും ഗൂഗിൾ ഡോക്കിൻ്റെയും മൈക്രോസോഫ്റ്റ് വെബിൻ്റെയും അതുപോലെ തന്നെ പേജർ സെറ്റ് റൂളർ ഓപ്ഷൻസ് ഇതെല്ലാം ചർച്ച ചെയ്തു. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് റൈറ്റിംഗ് ഫോർമാറ്റ്, പാരഗ്രാഫ്, ഹെഡർ ആൻഡ് ഫൂട്ടർ എന്നിവയാണ്. ആസ് യൂഷ്വൽ ആദ്യം നമുക്ക് റൈറ്റിംഗ് ഫോർമാറ്റ് മൈക്രോസോഫ്റ്റ് വേർഡിൽ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ മൈക്രോസോഫ്റ്റ് വേർഡ് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇതിലൊരു റൈറ്റപ്പ് ഞാൻ നേരത്തെ കൊടുത്തിരുന്ന റൈറ്റപ്പ് ഉണ്ട്. ആ റൈറ്റപ്പിലുള്ള ആ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളത് ആദ്യം നോക്കാം. ആദ്യം ടെക്സ്റ്റ് എല്ലാം സെലക്ട് ചെയ്യുക. ഈ ഫോണ്ട് ജോർജിയ എന്ന് പറയുന്ന ഈ ഫോണ്ട് ടോപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹോമിൽ ടോപ്പിൽ ജോർജിയ എന്ന് പറയുന്ന ഫോണ്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ പലതരത്തിലുള്ള ഫോണ്ട് ചെയ്യും. ടൈംസ് ന്യൂ റോമൻ, ഏരിയൽ, ബ്ലാക്ക്, ഏജൻസി, അതിനനുസരിച്ച് ഇത് മാറി മാറി വരും. ഇപ്പോൾ ടൈംസ് ന്യൂ റോമൻ സെലക്ട് ചെയ്തു. ഇനി ഇതിൽ ഓരോ വേർഡ്സ് ലെറ്ററിൻ്റെയും സൈസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ടോപ്പിൽ തന്നെ സൈസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. 12 എന്നാണ് സൈസിൽ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടു. ഇനി ഇതിൻ്റെ വേറൊരു മെയിൻ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിലെ ഈ ഫോണ്ട് സെലക്ട് ചെയ്ത് സൈസ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ സൈസ് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ ജസ്റ്റ് 12-ൽ നിന്ന് 13-ലേക്ക് ആക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൂടും. 13, 16 അങ്ങനെ കൂടും. ഇനി അതല്ല നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കയറ്റണമെങ്കിൽ ഇപ്പം ഞാൻ 12, 23 എന്ന് ടൈപ്പ് ചെയ്ത് കയറ്റണമെങ്കിൽ അതിനും നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് ഇതിലുള്ള ഓരോ ലെറ്റേഴ്സും ക്യാപിറ്റലൈസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ് തൊട്ടടുത്ത് കൊടുത്തിരിക്കുന്നത്. സെന്റൻസ് കേസ് ആക്കാം. സെന്റൻസ് കേസ് ആണെങ്കിൽ സെന്റൻസിന്റെ ആദ്യത്തെ ലെറ്റർ മാത്രം ക്യാപിറ്റൽ, ബാക്കിയൊക്കെ സ്മോൾ ലെറ്റർ. ഇനി ലോവർ കേസ് ആണെങ്കിൽ എല്ലാം സ്മോൾ ലെറ്റർ. ഇനി നിങ്ങൾക്ക് ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് ആണെങ്കിൽ ഓരോ വേർഡും ക്യാപിറ്റലൈസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ. ഇനി അതല്ല നിങ്ങൾക്ക് എല്ലാം ക്യാപിറ്റലൈസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സെൻറ്റൻസ് കേസ് ആണ് നമ്മൾ സാധാരണ സെലക്ട് ചെയ്യുക, അതുപോലെ സെലക്ട് ചെയ്യുന്നു. പിന്നെ ടെക്സ്റ്റ് ബോൾഡ് ആക്കണമെങ്കിൽ അതിന് ഓപ്ഷൻ ഉണ്ട്, ഇറ്റാലിക് ആക്കണമെങ്കിൽ അതിന് ഓപ്ഷൻ ഉണ്ട്, അണ്ടർലൈൻ ആക്കണമെങ്കിൽ അതിന് ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനും തൊട്ടടുത്ത് താഴെ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതെല്ലാം ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ആണ്. ഇനി പാരഗ്രാഫ് ഓപ്ഷൻസ് നമ്മൾ നേരത്തെ കണ്ടു. അതിൽ നിങ്ങൾക്ക് ഓരോ ലൈനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതുപോലെ തന്നെ ആഡ് സ്പേസ് ബിഫോർ പാരഗ്രാഫ്, പാരഗ്രാഫിന് മുമ്പ്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ ആകെ 2 പാരഗ്രാഫേ ഉള്ളൂ. ഈ 2 പാരഗ്രാഫ് തമ്മിൽ സ്പേസ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ സ്പേസ് നിങ്ങൾക്ക് ഇപ്പോൾ റിമൂവ് ചെയ്യണമെങ്കിൽ അത് റിമൂവ് സ്പേസ് ആഫ്റ്റർ പാരഗ്രാഫ് കൊടുക്കാം. ഇനി ഈ പാരഗ്രാഫിൻ്റെ സ്പേസ് ഉണ്ടാക്കണമെങ്കിൽ ആഡ് സ്പേസ് ആഫ്റ്റർ പാരഗ്രാഫ് കൊടുക്കാം. ഇനി അടുത്ത പാരഗ്രാഫിന് തുടക്കത്തിൽ സ്പേസ് വേണമെങ്കിൽ ആഡ് സ്പേസ് ബിഫോർ പാരഗ്രാഫ് കൊടുക്കാം. അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി പാരഗ്രാഫിൻ്റെ ടൈറ്റിൽസ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വേർഡിൻ്റെ റൈറ്റ് സൈഡിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാം. അതായത് ടെക്സ്റ്റിൻ്റെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹെഡിങ് ടെക്സ്റ്റ് ഉണ്ട്, സൈഡ് ഹെഡിങ് ടെക്സ്റ്റ് ഉണ്ട്, ടൈറ്റിൽ ടെക്സ്റ്റ് ഉണ്ട്, സബ് ടൈറ്റിൽ ടെക്സ്റ്റ് ഉണ്ട്. അതിനനുസരിച്ച് ഇതിൻ്റെ ഫോണ്ടുകളും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ബ്രിട്ടീഷ് ഇന്ത്യ റൂൾ എന്ന് പറയുന്നതിന് ഒരു ഹെഡിങ് കൊടുക്കുകയാണ്, ബ്രിട്ടീഷ് ഇന്ത്യ റൂൾ. ഈ ഹെഡിങ് ഞാൻ ഓരോ വേർഡ്സും ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്സ്. അതിനുശേഷം ഇതെൻ്റെ ടൈറ്റിൽ ഹെഡിങ് ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ടൈറ്റിൽ ഹെഡിങ്. ഈ ടൈറ്റിൽ ഹെഡിങ്ങിന് ഒരു ഫോർമാറ്റ് ഉണ്ട്, അതായത് അണ്ടർലൈൻ ചെയ്ത ടൈറ്റിൽ ഹെഡിങ് ആണിത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ അണ്ടർലൈൻ വേണ്ട, അത് കൂടാതെ തന്നെ ടൈറ്റിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ടൈറ്റിൽ മാത്രം സെലക്ട് ചെയ്യുക. ആ ടൈറ്റിൽ എന്ന് പറയുന്ന ആ ഇതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മോഡിഫൈ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ മോഡിഫൈ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടും. അതായത് നിങ്ങളുടെ കളർ ചേഞ്ച് ചെയ്യാം, കളർ ഓട്ടോമാറ്റിക് ബ്ലാക്ക് ആക്കാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് അണ്ടർലൈൻ വരുത്തണമെങ്കിൽ അണ്ടർലൈൻ വരുത്തണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട്. പിന്നെ ആഡ് ടു ക്വിക്ക് സ്റ്റൈൽ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് വീണ്ടും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഫോണ്ടിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഹെഡിങ് അല്ല ടൈംസ് ന്യൂ റോമൻ തന്നെ വേണമെങ്കിൽ അതിന് ഞാൻ എന്താണ് ചെയ്തത്? ഞാനിവിടെ താഴെ ഫോർമാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് ഏറ്റവും ആദ്യം നമ്മൾ ടൈറ്റിലേക്ക് പോവുക, ടൈറ്റിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മോഡിഫൈ അമർത്തുക. മോഡിഫൈ അമർത്തിയതിന് ശേഷം നോക്കുക എന്താണ് ഇവിടെ വേണ്ടത് എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുക.
ഇനി ഫോർമാറ്റ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഫോണ്ടിൻ്റെ ഷേപ്പ് ടൈംസ് ന്യൂ റോമൻ ആക്കി മാറ്റാം. ഏതാണ് നിങ്ങൾക്ക് ആവശ്യം വെച്ചെങ്കിൽ അത് ടൈംസ് ന്യൂ റോമൻ ആക്കി മാറ്റാം. പിന്നെ അതിൻ്റെ ഷേപ്പ് സൈസ് എത്ര വേണമെങ്കിൽ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. ബോൾഡ് ആക്കണമെങ്കിൽ അതാക്കാം. ഇതെല്ലാം സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് കിട്ടും. ഓക്കെ. ഇനി അതുകൂടാതെ നിങ്ങൾ ചെയ്യേണ്ട ഇനി ഇതിലുള്ള വേറൊരു ഓപ്ഷനാണ് ഈ നമ്മൾ നേരത്തെ കണ്ട ഈ അണ്ടർലൈൻ കളയണമെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളത്. അതാണ് ഫോർമാറ്റ് ഓപ്ഷൻ പോവുക. ഇതിൽ ഫ്രെയിം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഫ്രെയിം എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ പലതരത്തിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് റാപ്പിംഗ് ഓപ്ഷൻ, അതായത് ഈ പാരഗ്രാഫിൻ്റെ അടിയിൽ തന്നെയാണോ നിങ്ങൾക്ക് ടെക്സ്റ്റ് വേണ്ടത്, അതായത് പാരഗ്രാഫിന് ചുറ്റും ടെക്സ്റ്റ് വേണോ എന്നുള്ളതാണ് ഈ ടെക്സ്റ്റ് റാപ്പിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന വേറൊരു ഓപ്ഷനാണ് ബോർഡർ ഓപ്ഷൻ. ഈ ബോർഡർ ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാം ഇത് ബോക്സ് ബോർഡർ, അതായത് ആ എഴുതിയിരിക്കുന്ന ലൈനിൻ്റെ ചുറ്റും ഒരു ബോക്സ് വേണോ, അത് ലൈനിൻ്റെ അടിയിൽ മാത്രമാണോ ബോക്സ് വേണ്ടത് എന്നുള്ളതാണ്. ഇതിപ്പോൾ ലൈനിൻ്റെ അടിയിലാണ് ഓൾറെഡി സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് ലൈനിൻ്റെ അടിയിൽ മീൻസ് സെൻറ്റൻസിൻ്റെ അടിയിൽ ഒരു ലൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അത് നൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പാരഗ്രാഫ് ആ ഹെഡിങ്ങിൻ്റെ താഴെയുള്ള ലൈൻ നിങ്ങൾക്ക് കളയാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മളവിടെ ടെക്സ്റ്റ് റാപ്പിംഗ് സെലക്ട് ചെയ്തത് കാരണം കൊണ്ടാണ് ആ ഹെഡിങ്ങിന് ചുറ്റിലും ആ റൈറ്റപ്പ് പോയത്. ഇനി ഞാൻ അത് നേരെ തിരിച്ച് ഈ ഹെഡിങ് സെലക്ട് ചെയ്ത് ഈ ഹെഡിങ്ങിനെ സെലക്ട് ചെയ്ത് മോഡിഫൈ അമർത്തി ഈ ഫോർമാറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഫ്രെയിം സെലക്ട് ചെയ്ത് ഈ അറൗണ്ട് മാറ്റി നൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആ പാരഗ്രാഫിൻ്റെ താഴെയായിരിക്കും ടെക്സ്റ്റുകൾ ഉണ്ടായിരിക്കുക. ആ പാരഗ്രാഫിൻ്റെ മീൻസ് ആ ഹെഡിങ്ങിൻ്റെ സൈഡിൽ ആ ടെക്സ്റ്റ് കയറി വരില്ല. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ വേർഡിലുള്ള ഓപ്ഷൻസ് ആണ്, മൈക്രോസോഫ്റ്റ് വേർഡിലുള്ള ഓപ്ഷൻസ് ആണ്. ഇതുകൂടാതെ ഒന്നിലധികം ഹെഡിങ്ങുകൾ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു എന്നിരിക്കട്ടെ. അതായത് ഒരു റൈറ്റപ്പ് ആണെങ്കിൽ 10-300 പേജുള്ള ഒരു റൈറ്റപ്പിൽ ഒരുപാട് ഹെഡിങ് ഉണ്ടാകും. ഇപ്പോൾ ഞാനിത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ വേറൊരു ഹെഡിങ് ഇട്ടു എന്ന് പറയുന്ന വേറൊരു ഹെഡിങ് ഇട്ടു. അതിനും ഇതേപോലെ വേറൊരു ടൈപ്പ് ഹെഡിങ് കൊടുക്കാൻ പറ്റും. സൈഡ് ഹെഡിങ് കൊടുക്കാമെന്ന് വിചാരിക്കും. ഈ സൈഡ് ഹെഡിങ്ങിനും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്ത് ടൈംസ് ന്യൂ റോമൻ അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് സെലക്ട് ചെയ്ത് അത് ബോൾഡ് ചെയ്ത് അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് ഏതാണെന്ന് വെച്ചെങ്കിൽ അത് സെലക്ട് ചെയ്ത് നിങ്ങൾ ഓക്കെ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അവിടെ സൈഡ് ഹെഡിങ് കിട്ടി. ഇനി ഇതേ സൈഡ് ഹെഡിങ് നിങ്ങൾക്ക് പിന്നെയും ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾ വേറൊരു സൈഡ് ഹെഡിങ് ബിഫോർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഈ സൈഡ് ഹെഡിങ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇത് സെലക്ട് ചെയ്ത് ജസ്റ്റ് സൈഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിഫോർ ഇൻഡിപെൻഡൻസ് കിട്ടും. ഇതിപ്പോൾ ജസ്റ്റിഫൈ ചെയ്ത കാരണം കൊണ്ടാണ് ഇത് റൈറ്റ് ഹെഡിലേക്ക് പോയത്. അത് ലെഫ്റ്റ് ഹെഡിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ജസ്റ്റിഫൈ റിമൂവ് ചെയ്ത് നോർമൽ ആയിട്ടുള്ള സെൻറ്റൻസ് ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മെയിൻ ഹെഡിങ് ബ്രിട്ടീഷ് ഇന്ത്യ, അതാണ് ടൈറ്റിൽ ഹെഡിങ്. സബ് ഹെഡിങ്സ് ആണ് ഇത് രണ്ടും. സൈഡ് ഹെഡിങ്സ് ആണ് ഇത് രണ്ടും. അതേപോലെ എത്ര വേണമെങ്കിൽ ഹെഡിങ്ങിൻ്റെ ഫോർമാറ്റുകൾ നിങ്ങൾക്കനുസരിച്ച് ഇവിടെ ചേഞ്ച് ചെയ്ത് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് തന്നെ റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. ഇനി ഇതിന് ശേഷം നിങ്ങൾക്ക് വേറൊരു ഹെഡിങ് എഴുതണം. ആഫ്റ്റർ വേൾഡ് വാർ 2. ഓക്കെ. അങ്ങനെ ഒരു ഹെഡിങ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കണമെങ്കിൽ അതിനും സൈഡ് ഹെഡിങ് ആണ് വേണ്ടതെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ സൈഡ് ഹെഡിങ്ങിലെല്ലാം നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോർമാറ്റ് സെയിം ആയിരിക്കും. ടൈറ്റിൽ ഹെഡിങ്ങിൻ്റെ ഫോർമാറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് വേർഡിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നേരത്തെ കണ്ടതുപോലെ തന്നെ റൈറ്റിംഗ് ഫോർമാറ്റും പാരഗ്രാഫ് ഫോർമാറ്റും ഗൂഗിൾ ഡോക്യുമെൻറ്റ്സിൽ എങ്ങനെയാണെന്ന് ഇപ്പോൾ നേരത്തെ കണ്ട അതേ റൈറ്റപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ പ്രത്യേകിച്ച് ഹെഡിങ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ എങ്ങനെ ഇതെല്ലാം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതേ റൈറ്റപ്പ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് അതിൻ്റെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇത് നോർമൽ ടെക്സ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യണം, നിങ്ങൾക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യണം വെച്ചെങ്കിൽ ടൈംസ് ന്യൂ റോമൻ, അതായത് ടോപ്പിൽ ഈ സ്പേസ് നമ്മൾ എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ടൈംസ് ന്യൂ റോമൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം ടൈംസ് ന്യൂ റോമനിലേക്ക് മാറും. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എൻ്റർ ചെയ്യാം. പർട്ടിക്കുലർ സൈസ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ 12 എന്ന് പറഞ്ഞ പർട്ടിക്കുലർ സൈസ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് 1-2 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അമർത്തുക. അത് സെലക്ട് ചെയ്തതിനു ശേഷം 1-2. ഇനി നിങ്ങൾക്ക് ഇതെല്ലാം ബോൾഡ് ആക്കണമെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട്.
ഇനി ഇത് ഇറ്റാലിക് ആക്കണമെങ്കിൽ അതിന് ഓപ്ഷൻ ഉണ്ട്. നേരത്തെ കണ്ടതെല്ലാം ഇതിലും ചെയ്യാൻ സാധിക്കും. വേർഡിലുള്ള എല്ലാതും ഗൂഗിൾ ഡോക്യുമെന്റിലും ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, കളർ ചേഞ്ച് ചെയ്ത് അതിനും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇനി കളർ വേണ്ട, നൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കളർ റിമൂവ് ആവുകയും ചെയ്യും. ഓക്കെ.